ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് രാവിലെ തന്നെ നേരത്തെ എണീറ്റ് എങ്ങോട്ടാണ് പോകണമെന്ന് അറിയോ? കൊച്ചിയിലേക്ക്. എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ദിവസമാട്ടോ ഇന്ന്, എൻ്റെ കോൺവെക്കേഷൻ ഡേ. പട്ടാമ്പിയിൽ നിന്ന് 8:10 ട്രെയിനാട്ടോ പോണത്. ഈ കാണുന്നത് നമ്മുടെ രായരനല്ലൂർ മലയാണേ. ചെറിയൊരു മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലെത്തി ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റിന് പട്ടാമ്പി ടു എറണാകുളം വരെ 60 രൂപയായിരുന്നു. എൻ്റെ ഒപ്പം അവിടെ പഠിച്ചൊരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. അവൻ കോഴിക്കോട്ട് നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ട്രെയിനിന് പോവുകയാണ് എല്ലാം കൊണ്ടും നല്ലത്. കാരണം എക്സ്പെൻസ് കുറവാണ്, പിന്നെ ടയേർഡാവും ചെയ്യില്ല. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് ആണ് കേട്ടോ. ഒരു 15 മിനിറ്റ് ചെറിയ ഡിലേ ആയിരുന്നു. നമ്മുടെ അജിത്തിനെയും കണ്ടുകൂട്ടി. അവന് ചെറിയ ചമ്മലായിരുന്നു കേട്ടോ ക്യാമറയ്ക്ക് നോക്കാൻ. ഏകദേശം ഷൊർണൂരൊക്കെ എത്തുന്നതിന് മുന്നേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സീറ്റ് കിട്ടി. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ തൊട്ടടുത്തിരിക്കുന്നൊരു ചേട്ടൻ എൻ്റെ സെയിം ഡ്രസ്സിൻ്റെ കളറാട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അജിത്തിൻ്റെ ഇങ്ങനെ കളിയൊക്കെ ആയിരുന്നു, നല്ല മാച്ച് ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത കുറേ മെമ്മറീസൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കൊച്ചിയിലെത്തിയിരിക്കുന്നു. അന്ന് എക്സാമിൻ്റെ അന്ന് എല്ലാവരെയും കണ്ടതാണ്, പിന്നെ ആരെയും കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും കാണാമെന്നുള്ള ത്രില്ലാട്ടോ ഞങ്ങൾ. ഞാനും അജിത്തും ആദ്യം വർക്ക് ചെയ്തിട്ടുള്ള ഷോപ്പിലേക്ക് പോവുകയാണേ. ഞാൻ മുന്നേ വർക്ക് ചെയ്ത ഷോപ്പിൻ്റെ അവിടെ എത്തി, മിലാനാവ സലൂണിൽ. അപ്പോൾ മിലാനാവ സലൂണിലെത്തി. സിമിക്കൊന്ന് സർപ്രൈസ് കൊടുക്കുക. അവർക്കറിയില്ല ഞാൻ വരുന്നുണ്ടെന്ന് അവർക്കറിയില്ല. അവൾക്കറിയില്ല കേട്ടോ ഞാൻ വരുന്ന കാര്യം. അവൾക്ക് ഭയങ്കര സന്തോഷമായി. അതേപോലെ എനിക്കത് ഭയങ്കര സന്തോഷമായിട്ടോ. ഇത് ഞങ്ങളുടെ ജോയിലേട്ടനാണ്. ഇവരൊക്കെ എൻ്റെ അക്കാദമിയിലാട്ടോ പഠിച്ചത്. ചേച്ചി, ഇതാണ് ഞാൻ മുന്നേ വർക്ക് ചെയ്ത സലൂൺ. ഞങ്ങൾ ഇറങ്ങുക എന്ന് പറഞ്ഞപ്പോൾ സിമിക്ക് ഭയങ്കര സങ്കടമായി. ഇത് നമ്മുടെ കലൂരിലെ ഫേമസ് ആയിട്ടുള്ള ചർച്ചാണ്. ഫൈനലി നമ്മൾ നമ്മുടെ അക്കാദമിയുടെ മുന്നിലെത്തി. നാച്ചുറൽസ് ട്രെയിനിങ് അക്കാദമി. ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിനീഷേട്ട എത്തി, ബ്രിലീൻ എത്തി. ഇതാണ് ഞങ്ങളുടെ ജൂലിയസ് സാറ്, ഞങ്ങളുടെ ഹെയർ ഡ്രസ്സറാണ്. എല്ലാവർക്കും നല്ല വിശപ്പ്. ഞങ്ങൾ സ്ഥിരം പോണ മന്തി ഷോപ്പിലേക്ക് നടക്കുകയായിരുന്നു. അതേ നമ്മുടെ കിച്ചൻ വന്ന്, അവനാണെങ്കിൽ ഒടുക്കത്തെ ചിരി എല്ലാവരെയും കണ്ടപ്പോൾ. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു, വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഫുഡ് എത്തി ഗേസ്. നല്ല വിശപ്പായിരുന്നു, ഒന്നും നോക്കിയില്ല. ഞാൻ അജിത്ത് എപ്പോഴും പറയും, നമ്മൾ രണ്ടുപേരും കഴിക്കണ മാത്രം ഇവിടെ ആരും കഴിക്കില്ല എന്നൊക്കെ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അശ്വതിനെയും സിൽസിലാത്തിനെയും കണ്ടുമുട്ടി. ഞങ്ങൾ അക്കാദമിക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങളുടെ എക്സാമിൻ്റെ ഫോട്ടോസും മുന്നത്തെ ബാച്ചിൻ്റെ കോൺവെക്കേഷൻ്റെ ഫോട്ടോസൊക്കെ അവിടെ ഒട്ടിച്ച് വെച്ചിരുന്നു കേട്ടോ. അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അക്കാദമിയിൽ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇടാൻ കോട്ടും ക്യാപ്പൊക്കെ കിട്ടി കേട്ടോ. ഇത് ഞങ്ങളുടെ മേക്കപ്പിൻ്റെ മിസ്സാണേ. അവിടുത്തെ ഫാക്കൽറ്റീസിനെയും സ്റ്റുഡൻസിനെയും കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ. ഇനി എപ്പോഴാണ് കാണുക എങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ആ കോട്ടൊന്ന് ഇട്ട് നോക്കുമായിരുന്നു. എനിക്ക് ഈ കോട്ട് ഇടുമ്പോൾ എന്താ ഓർമ്മ വന്നത് അറിയോ? നമ്മുടെ വക്കീലന്മാരെ കോട്ടില്ലേ, അതാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ ഫസ്റ്റ്. ഈ ഒരു ഭാഗമാണ് ഞങ്ങളുടെ പെഡിക്യൂറ്, മാനിക്യൂറ്, ഹെയർ വാഷിൻ്റെ ഒക്കെ സെക്ഷൻ. അജിത്തും കിച്ചൻ ക്യാപ്പിട്ടിരിക്കുകയാണ്. പിന്നിൽ നമ്മുടെ രാഹുലേട്ടനുണ്ട്.
ഞങ്ങളോട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Family, not students. We are always together, okay? Whatever we in life, we are always together. Okay, and we wish you all the best for your future. Okay? അതുപോലെ തന്നെ അഭിമാനമുള്ള ഒരു ദിവസമാണ്. അതുപോലെ തന്നെ ഒരു അക്കാഡമിയെ സംബന്ധിച്ച് കോൺവക്കേഷൻ ഡേ എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വളരെ അനുഗ്രഹീതമായ ഒരു ദിവസമാണ്. ഇതിന് പലർക്കും പലയിടത്തും കറൻ്റ് വർക്ക് ചെയ്യുന്നവരോട് അവരുടെ ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ തന്നെ പോയി അങ്ങോട്ട് പറഞ്ഞു. ഫൈനലി എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി ഗേസ്. അപ്പം എനിക്ക് ഭയങ്കര പറയാൻ പറ്റാത്ത അത്ര സന്തോഷമായിരുന്നു കേട്ടോ. ഞങ്ങൾ ടീ ഒക്കെ കുടിച്ചു. പിന്നെ നമ്മുടെ അജിത്ത് ഇതാ പോകണു സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി. അവന് ഭയങ്കര ചിരിയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്. നാച്ചുറൽസ് ട്രെയിനിങ് അക്കാദമിയുടെ സർട്ടിഫിക്കറ്റാണ്. ഇൻ്റർനാഷണൽ വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റാണ് കേട്ടോ ഞങ്ങളുടേത്. അങ്ങനെ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കിട്ടി. ഞങ്ങളിങ്ങനെ പതുക്കെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുമായിരുന്നു. ഞങ്ങളുടെ ട്രെയിന് 5:15 അപ്പോൾ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പെട്ട് പോയത് തന്നെ കേസ്. അപ്പോൾ ഞങ്ങൾ 4:45 തന്നെ ഇറങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ ഡോണ മിസ്സിനെ കണ്ടു. കുറച്ച് നേരം സംസാരിച്ചു. സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ എറണാകുളം നോർത്തിലെത്തി. ഞങ്ങളുടെ കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഷൊർണൂരൊക്കെ എത്തിയപ്പോൾ നല്ലൊരു മഴ പെയ്തു. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.